ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേതാമസ് ആണ്. അപ്പോൾ അത് അടിപൊളിയായിട്ട് അളന്ന് കുറിക്കാൻ പറ്റുന്ന ലെറ്റ്സ് മെഷർ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ സൂപ്പറായിട്ട് പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് നോക്കിയാൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇത് ചെയ്ത് നോക്കാം അല്ലേ മക്കളെ. ഇവിടെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ. 250, 275, 300. ഇനി അടുത്തത് എന്താണെന്നുള്ളത് നമ്മൾ രണ്ടെണ്ണം കണ്ടുപിടിക്കാം. അതേപോലെ ഈ ക്രമത്തിൽ, അതായത് 250-നെ 275-ലേക്ക് യോജിപ്പിക്കാം, 275-നെ 300-ലേക്ക് യോജിപ്പിക്കാം. അങ്ങനെ യോജിപ്പിച്ച് നമുക്ക് ഒരു സാധനം കിട്ടും. എന്താണ് ആ സാധനം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാം. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ഇന്നത്തെ ആക്ടിവിറ്റി അല്ലേ. അപ്പൊ 250, 275, 250-നോട് നമ്മൾ എത്ര കൂട്ടിയാലാണ് നമുക്ക് 75 കിട്ടാം? നമ്മൾ 25 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 275 കിട്ടും. ഇതിനോടും 25 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 300 കിട്ടും അല്ലേ. ഇതിനോട് നമ്മൾ 25 കൂട്ടിക്കഴിഞ്ഞാലോ നമുക്ക് 325 കിട്ടും. ഇതിനോട് നമ്മൾ 25 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 350 കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി? ഇവരെയൊക്കെ യോജിപ്പിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇവരെയൊക്കെ യോജിപ്പിക്കുക. 250-ൽ നിന്ന് 275-ലേക്ക് വരയ്ക്കാം. 275-ൽ നിന്ന് 300-ലേക്ക് വരയ്ക്കാം. 300-ൽ നിന്നോ 325-ലേക്ക് വരയ്ക്കുക. ഇവിടെ നിന്ന് 350-ലേക്ക് വരയ്ക്കാം. എന്താണ് കിട്ടിയത്? എല്ലാവർക്കും നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാർ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്. നമ്മുടെ ലൈവുകളൊക്കെ നമ്മൾ ഇനിയും അടിപൊളിയായിട്ട് ടൈമിൽ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ 7:30 എന്ന് പറഞ്ഞ ടൈമിൽ നമ്മുടെ ലൈവിലേക്കൊക്കെ ജോയിൻ ചെയ്യാം. നമുക്കിനി എക്സാമിൻ്റെ ടൈം ടേബിളൊക്കെ വന്നുകൊണ്ട് തന്നെ അതുമായി സംബന്ധിച്ച് നമുക്ക് ക്ലാസ്സുകളൊക്കെ വരുന്നതായിരിക്കും. നമ്മുടെ മാരത്തോടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കൃത്യസമയത്തിന് നമ്മുടെ ലൈവിൽ ജോയിൻ ചെയ്യാം. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.